ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കുക്കിംഗ് ടിപ്സും കിച്ചൺ ടിപ്സുമാണ്. അപ്പം ഒരുപാട് ലെങ്ത് ഒന്നുമില്ല കേട്ടോ വീഡിയോയ്ക്ക്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. ഇതിൽ പലതും പലർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും തരണം, കമൻറ്റും ചെയ്യണേ. എന്നാൽ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. പലരും വെളിച്ചെണ്ണയിലൊക്കെയാണല്ലോ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. എന്നാൽ വെളിച്ചെണ്ണയിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ശുദ്ധമായ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാറിന് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ അറിയാത്തവർ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഉണക്കമീനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നമ്മുടെ വീട്ടിൽ ഫുൾ ആ ഒരു സ്മെല്ലായിരിക്കും. ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് അത്രയ്ക്ക് സ്മെല്ലായിരിക്കും. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറാനായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ ആ ഒരു കിച്ചണിലും റൂമിലും ഒക്കെ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതെന്ന് പറയുകയില്ല, അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടിപ്പും അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പം നമുക്ക് ഈ ഒരു വിനാഗിരി ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് വെറുതെ കളയേണ്ട. ഇത് നമ്മുടെ സിങ്കിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ സിങ്കിലുള്ള ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ മാറുകയും ചെയ്യും. സിങ്ക് നല്ല ക്ലീൻ ആകും. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഇതുപോലെ ബസ്മതി റൈസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബസ്മതി റൈസ് കൊണ്ടുള്ളത് എന്തായാലും എല്ലാ ദിവസവും വെക്കില്ല. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ബാക്കി ഇരിക്കുമ്പം അതിങ്ങനെ കുത്തിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, പ്രാണിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഒരു നുള്ളോ നമ്മൾ 1/2 ടീസ്പൂണോ ഏതെങ്കിലും അങ്ങനെ ഒരു കണക്കിൽ നമ്മളിതുപോലെ കുറച്ച് പൊടിയുപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റൈസിൽ ഒരു പ്രാണിയോ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തൽ വരുവോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്, ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മിച്ചം വന്നാൽ നമ്മളത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. എന്നിട്ട് പിറ്റേ ദിവസം നമുക്കത് ഇപ്പം റെഡിയാക്കിയ പോലത്തെ അതേ ഒരു ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു ടിപ്പാണ്. നമ്മൾ സ്റ്റവ് കത്തിച്ച് അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം വെക്കുക, അതിലേക്കൊരു തട്ടുപാത്രം വെക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്റ്റീം ആകുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ പുലാവോ ഫ്രൈഡ് റൈസോ ബിരിയാണിയോ എന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പം നമ്മൾ സാധാരണ നമ്മുടെ ചോറാണെങ്കിൽ പോലും ഇതുപോലെ തലേദിവസത്തെ കുറച്ച് ചോറുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വെണ്ടയ്ക്കയൊക്കെ ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നെന്നുള്ളൊരു പരാതിയാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക ഇങ്ങനെ മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ വെക്കാൻ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും അല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഒന്നും വയ്ക്കാൻ മടിക്കണ്ട. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ തവയിലോ നമ്മുടെ പാനിലോ ഒക്കെ റെഡിയാക്കിയാൽ മതി. നല്ല ഒന്നൊന്നേ തൊടാതെ നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും, ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇങ്ങനെ വാടിപ്പോയ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ കറുത്തൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ്. നമ്മളിതുപോലെ വെളുത്തുള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിയുപ്പാണ് ചേർക്കുന്നത്. നമ്മൾ എത്രത്തോളം വെളുത്തുള്ളി ഉണ്ടോ അതിൻ്റെ അളവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ, 200 ഗ്രാമേ ഉള്ളേ, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം ചേർത്തു. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ഈ പാത്രം ടൈറ്റായിട്ട് അടച്ച് വെക്കണ്ട, ഇതുപോലെ തന്നെ തുറന്ന് വെച്ചാൽ മതി. എത്ര ദിവസം വേണേലും വെളുത്തുള്ളി കേടാകാതെ ഇരിക്കും. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്, ട്രൈ ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വെള്ളരിക്ക, കുമ്പളങ്ങ ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഇതുപോലെ ബാക്കി വന്നാൽ നമ്മളിത് പുറത്ത് വെച്ചാലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും ഒക്കെ പെട്ടെന്ന് ഈ മുറിച്ച വശം അങ്ങ് ചീത്തയായി തുടങ്ങും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരല്പം വിനാഗിരി, ഒരു 1/2 ടീസ്പൂണിൽ താഴെയൊക്കെ മതി, അത്രയും വിനാഗിരി ഈ മുറിച്ച ഭാഗത്തും മൊത്തത്തിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആക്കുക. ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ വിനാഗിരി തേച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ കമത്തി അങ്ങ് വെച്ചാൽ മതി. അതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണേലും ഈ ഒരു വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഒക്കെ മുറിച്ച് അതേപോലെ തന്നെ ഇരുന്നോളും. ഫ്രഷായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ പൊടിയായിട്ട് തോരനൊക്കെ വേണ്ടി ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ്, പപ്പായ ഇങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസ്, അല്പം കട്ടിയുള്ള വെജിറ്റബിൾസ് എളുപ്പത്തിൽ രാവിലെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണമെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിൽ ചോപ്പറൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ നമ്മുടെ മിക്സി ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഇടുന്നത്. നമുക്കിപ്പോൾ വലിയ ജാർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ അളവിടാം.
അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്തൊന്ന് എടുത്താൽ മതി. അത് അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോരനൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഇങ്ങനെ വിട്ട് കിടക്കുന്ന രീതിയിൽ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അതുപോലെ നമുക്ക് തോരനൊക്കെ തയ്യാറാക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ സവോളയൊക്കെ ഇങ്ങനെ അരിഞ്ഞൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുട്ടക്കറിയോ അതുപോലെ തന്നെ ചിക്കൻ കറിയോ ഒക്കെ എളുപ്പത്തിൽ വെക്കാനായിട്ട് നമുക്കത് ഇതുപോലെ നമുക്ക് എത്രത്തോളം സവോള ആവശ്യമുണ്ടോ, ഞാനിപ്പോൾ ഒരു 3-4 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ അല്പം വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ടക്കറിയാണ് റെഡിയാക്കുന്നത്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ മുട്ടക്കറിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് പൊട്ടിച്ചു. അതിനുശേഷം ഒരു ബേ ലീഫും അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട, തക്കോലം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട, 1-2 ഒക്കെ വീതം വെച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവോള ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കള ജോലി എളുപ്പമാക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അത് നമ്മൾ സവോള ചേർത്ത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടും ഇങ്ങനെയാകുമ്പോൾ. അതിന് ശേഷം പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർക്കുക. ആവശ്യത്തിനുള്ള മുട്ടക്കറിക്കുള്ള പൊടികളൊക്കെ അറിയാമല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഞാനിങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. സവോള ഇങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തിട്ടത് കൊണ്ടാണ് കേട്ടോ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാ വീട്ടമ്മമാർക്കും ഇതിലെ ടിപ്സ് ആൻഡ് ട്രിക്സുകളൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പാചകം എളുപ്പമാക്കാനും അതുപോലെ തന്നെ ടേസ്റ്റ് ഫുഡിന് കൂട്ടാനും ഒക്കെ പറ്റും. അതിലുപരി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഓരോ സാധനങ്ങളും ഒട്ടും തന്നെ വേസ്റ്റ് ആകാതെ ഒക്കെ ഇരുന്നോളും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. ബൈ.